സോ ഹേ ഗൈസ്, CMA ഫോൺ 1 ഫെബ്രുവരിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്ഡേറ്റിൻ്റെ സൈസ് നോക്കാന്ന് വെച്ചാൽ 125 MB ആണ്. പിന്നെ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്, ആഡ് പവർ ഓഫ് പാസ്വേഡ് വെരിഫിക്കേഷൻ ടു പ്രിവെൻറ്റ് ഇമീഡിയറ്റ് പവർ ഓഫ് ഇഫ് യുവർ ഫോൺ ഈസ് ലോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഫോൺ ആരെങ്കിലും മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പാസ്വേഡ് ഇല്ലാതെ നമ്മുടെ ഫോണിന് പവർ ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ അതിൻ്റെ മുമ്പേ ഞാൻ ആൻറ്റി-2 ബെഞ്ച് മാർക്കും പിന്നെ CPU ത്രോട്ടിങ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കി അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേയും അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും. ഓക്കെ, ആദ്യം നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പത്തെ ആൻറ്റി-2 സ്കോർ നോക്കാം. 6,39,696 ആയിരുന്നു സ്കോർ വന്നിരുന്നത്. അതേസമയത്ത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം 6,57,270 ആണ് സ്കോർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആൻറ്റി-2 സ്കോർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ജനറലായിട്ട് പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അത് കഴിഞ്ഞിട്ട് നമ്മൾ CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിനെ പറ്റി നോക്കുകയാണെന്ന് വെച്ചാൽ, അപ്ഡേറ്റ് ചെയ്യേണ്ട മുമ്പേ CPU ത്രോട്ടിൽ ടു 83% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. മാക്സിമം സ്കോറും ആവറേജ് സ്കോറും പിന്നെ മിനിമം സ്കോറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേമാതിരി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം CPU ത്രോട്ടിൽ ടു 89% ഓഫ് ഇറ്റ്സ് മാക്സിമം പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. എന്തായാലും മാക്സിമം സ്കോറും ആവറേജ് സ്കോറും മിനിമം സ്കോറിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ, ആൻറ്റി-2 സ്കോറിലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടുന്നുണ്ട്. അതേമാതിരി CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റിൽ നമുക്ക് മാക്സിമം സ്കോറും ആവറേജ് സ്കോറും മിനിമം സ്കോറിലും ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടുന്നുണ്ട്. പിന്നെ CPU ത്രോട്ടിൽ ടു 89% ഓഫ് ഇറ്റ്സ് മാക്സ് പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അക്കോർഡിംഗ് ടു ആൻറ്റി-2 ആൻഡ് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് നമുക്ക് നല്ല പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ കിട്ടുന്നുണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും ഞാനൊരു 7 ദിവസം നന്നായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ, ഗെയിംസ് ഒന്ന് കളിച്ച് നോക്കട്ടെ. പിന്നെ ക്യാമറ എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ, ഡൗൺഗ്രേഡ് ആയിട്ടുണ്ടോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് പറയണതായിരിക്കും. അപ്പോൾ അതുവരെയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞാനൊരു ഫീച്ചർ പറഞ്ഞതിൽ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കിവിടെ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി കാണാൻ കിട്ടുന്നുണ്ടാവും. സെക്യൂരിറ്റി ആൻഡ് പ്രൈവസിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ മോർ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി കാണുന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് ഒന്ന് പോവുക. താഴത്തേക്ക് പോകുമ്പോൾ നമുക്കിവിടെ സെക്യൂരിറ്റി ടാബിൻ്റെ അടിയിൽ പവർ ഓഫ് വെരിഫൈ എന്ന് കാണിക്കുന്നുണ്ടാവും. പവർ ഓഫ് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓഫായിരിക്കും നിങ്ങളുടെ ഫോണിൽ, അത് ഓണാക്കണം. ഓണാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അപ്പോൾ കയ്യിൽ നിന്ന് ആരെങ്കിലും ഫോൺ മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഫോൺ ഓഫാക്കാൻ നോക്കുകയെന്ന് വെച്ചാൽ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് ഇല്ലെങ്കിൽ പാറ്റേൺ ഇല്ലേ അത് ചോദിക്കും. അപ്പോൾ അതല്ലാതെ നമ്മുടെ ഫോൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എന്തായാലും പവർ ഓഫ് വെരിഫൈ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് CMA ഫോൺ 1 ഒന്ന് ടേൺ ഓഫ് ആക്കാൻ നോക്കാം. അപ്പോൾ പവറിൽ ക്ലിക്ക് ചെയ്യാണ്, പവർ ഓഫിൽ ക്ലിക്ക് ചെയ്യാണ്. പവർ ഓഫിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഷട്ടിങ് ഡൗൺ ആണ് കാണിക്കുന്നത്. എന്നോട് പാസ്വേഡ് ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും പുതിയ ഫീച്ചർ തന്നിട്ടുണ്ട്, പക്ഷേ അത് ആക്ച്വലി വർക്ക് ആവണില്ല. അടുത്ത സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ അവർ ഈ ബഗ് ഫിക്സ് ചെയ്യുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങളൊരു 7 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.